ഹായ് ഗൈസ്. സോ കറൻ്റ്ലി നമ്മളൊരു മ്യൂട്ടേഷൻ ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, സോ എപ്പോഴാണ് യൂസർ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നേരത്തെ കൊടുത്താണ് ടെസ്റ്റ് സോങ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എൻ്റർ ചെയ്തു. സോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വർക്കായിട്ടുണ്ടായിരുന്നു. ലാൻഡിങ് പേജ് നോക്കുമ്പോൾ ഇത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡാറ്റാബേസിൽ നോക്കിയായിരുന്നു. ഡാറ്റാബേസിൽ നോക്കിയപ്പോൾ ടെസ്റ്റ് സോങ് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ അത് നമ്മൾ കൊടുത്ത ഇത് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഞാനിത് ടെസ്റ്റ് സോങ് ചുമ്മാ കൊടുത്താണ് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നാവിഗേഷനാണ്. ഇപ്പം നമ്മളിത് കൊടുത്തു, അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, സോ ഈ ഈ ഇന്നത്തെ വീഡിയോയിൽ ഒരു 3 നാവിഗേഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. സോ നമുക്കിവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ബാക്ക് ബട്ടൺ വേണം. ഈ മുകളിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ബാക്ക് ബട്ടൺ പോലെ വേണം. അത് നാവിഗേറ്റ് ചെയ്യണം. അത് എവിടേക്ക് നാവിഗേറ്റ് എന്ന് വെച്ചാൽ സോങ് ലിസ്റ്റ് പേജിലാണ് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. എന്നിട്ട് ഇനി ഈ പേജിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു റെഡ് കളർ പ്ലസ് ബട്ടൺ വേണം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ സോങ് ആണല്ലോ നമ്മളോട് കൊടുക്കുക. അപ്പോൾ പുതിയ സോങ്ങിൻ്റെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ സോങ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന പേജിലേക്ക് നാവിഗേറ്റ് ആവണം. ഓക്കെ, പിന്നെ ഇവിടെ ഫൈനലി നമ്മൾ പ്ലാൻ ചെയ്തത് ലൈക്ക് ഞാനൊരു സോങ് ടൈറ്റിൽ എൻ്റർ ചെയ്ത ശേഷം ഇൻപുട്ട് ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡാറ്റ സേവ് ആവുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ. സോ ആ ടൈമിൽ ഡാറ്റ സേവ് ആയ ശേഷം നമുക്ക് നാവിഗേറ്റ് ചെയ്യണം. ഈ ലിസ്റ്റ് ഓഫ് പേജസിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാനുള്ള പ്ലാനുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇവിടെ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇവിടുത്തെ ഈ പ്ലസ് ബട്ടൺ ആഡ് ചെയ്യലാണ് നമ്മൾ ഫസ്റ്റ് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ചുമന്ന കളറ്, അത്യാവശ്യം വലിയൊരു ചുമന്ന കളറ് ഒരു ബട്ടണാണ്, പ്ലസ് ബട്ടണാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോങ് ക്രിയേഷനിലേക്ക് പോകണം. ഈ കമ്പോണൻറ്റ് സോങ് ലിസ്റ്റ് കമ്പോണൻറ്റ് സോങ് ക്രിയേഷൻ കമ്പോണൻറ്റിലേക്ക് പോകണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സോങ് ലിസ്റ്റ് കമ്പോണൻറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. റിയാക്ട് റൗട്ടറിൽ ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ div എഴുതിയിട്ടുണ്ട്, UL എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി. സോ ഈ ULൻ്റെ ഒപ്പം ഞാനിത് ഒന്ന് ഫോമാറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ ULൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ div ആക്കി കൊടുക്കുകയാണ്. div ജസ്റ്റ്. ഓക്കെ, ഇനി ഈ UL കഴിഞ്ഞിട്ട് ഞാൻ ആ ബട്ടൺ കൊടുക്കുകയാണ്, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആദ്യം ഓക്കെ ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലിങ്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം ആദ്യം. ഓക്കെ, നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം. import link from React router. ഓക്കെ, എന്നിട്ട് ഈ ലിങ്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ റിയാക്ട് റൗട്ടർ ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, റിയാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയണ്ടാവും. സോ ഞാനത് ഗോ ത്രൂ ചെയ്യാണ്, പെട്ടെന്ന് ഗോ ത്രൂ ചെയ്യാണ്. നമ്മൾ ടൂല് ഏത് പാത്തിലേക്കാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്താണല്ലോ, സോങ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാത്താണ്. സോങ് ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് നെയിം, സ്റ്റൈലിങ്ങിന് വേണ്ടി ഞാൻ ക്ലാസ് നെയിം കുറച്ച് കൊടുക്കുന്നുണ്ട്. സോ നമ്മളിവിടെ പറഞ്ഞു മെറ്റീരിയൽ CSS നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ പ്രൊജക്റ്റിൽ. സോ അതിന് പറ്റിയ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. സോ നമ്മൾ ആ ക്ലാസ്സസ് വിളിച്ചാൽ മതി. സ്റ്റൈലൊക്കെ ഓൾറെഡി അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ക്ലാസ്സസ് മാത്രം വിളിക്കുന്നുള്ളൂ. ഫ്ലോട്ടിങ്, പിന്നെ GTN ലാർജ് റെഡ് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ലിങ്കിൻ്റെ ഉള്ളിൽ ഒരു ഐക്കണും കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബട്ടൺ എഴുതി, പക്ഷേ ഒരു ഐക്കണും കൂടി ഞാൻ കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒരു ഐക്കൺ യൂസ് ചെയ്തിട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു മെറ്റീരിയൽ icons എന്നിട്ട്
ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ആഡ് എന്തിനാണെന്ന് വെച്ചാൽ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അത് ആഡ് ഐക്കണിൻ്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് കൊടുക്കുന്നുള്ളൂ. സോ മെറ്റീരിയൽ ലൈബ്രറി അത് എടുത്തോളും. നമ്മളിവിടെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്ലസ് ബട്ടൺ ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കും ആക്ച്വലി. സോ അതിന് വേണ്ടിയിട്ട് അത് മെറ്റീരിയൽ ലൈബ്രറി ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ സേവ് ചെയ്തു. നമ്മളിവിടെയാണല്ലോ അത് ആഡ് ചെയ്തത്. ഞാൻ റീലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ബട്ടൺ വന്നിട്ടുണ്ട് റീലോഡ് ചെയ്തപ്പോൾ. എന്നിട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ നാവിഗേറ്റ് ആയിട്ടുണ്ട് കറസ്പോണ്ടിങ്ങിലി. ഇനി അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ബാക്ക് ബട്ടൺ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സോങ് ക്രിയേറ്റ് ഫോമിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതും കൊണ്ട് നമ്മൾ ആ കമ്പോണ്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. സോങ് ക്രിയേറ്റ്. സോ ഞാൻ ലിങ്ക് തന്നെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് സോങ് ക്രിയേറ്റിലേക്ക് ഇടാണ്. ഓക്കെ, അപ്പോൾ ലിങ്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ബാക്ക് ബട്ടൺ കൊടുക്കുന്നുണ്ട്. സോ ഈ ഹെഡറിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ബാക്ക് ബട്ടൺ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലിങ്ക് ടു / ബാക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി കറസ്പോണ്ടിങ്ങിൽ നമ്മൾ എഴുതാവുന്നത് അത് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുകയാണ് വരുന്നുണ്ട്. PACK. ഓക്കെ, ഇപ്പം നമ്മളവിടെ ബാക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്, ബാക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്കായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുകയാണ് ബാക്ക് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്ക് ബട്ടൺ നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് റൂട്ട് പേജിലേക്ക് അത് നാവിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം റീലോഡ് ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ബാക്ക് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബാക്ക് ബട്ടൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നാവിഗേറ്റ് ആവുന്നുണ്ട്. സ്റ്റൈലിംഗ് ഇത്തിരി മോശമാണെങ്കിലും സംഭവം ഫങ്ഷനാലിറ്റി വർക്ക് ആവുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇപ്പം നമ്മുടെ ഈ 2 നാവിഗേഷനും പെർഫെക്റ്റ്ലി വർക്ക് ആകുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, സോങ് ലിസ്റ്റ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മ്യൂട്ടേഷൻ കമ്പൗണ്ട് ചെയ്ത മ്യൂട്ടേഷനിൽ കുറച്ച് മോഡിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, സോ യൂസർ എപ്പോൾ നാവിഗേറ്റ് ചെയ്താൽ മതി വെച്ചാൽ അത് നമ്മൾ കൊടുത്ത ടൈറ്റിൽ സർവറിൽ സേവ് ചെയ്ത ശേഷം മാത്രമേ അത് നാവിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ മ്യൂട്ടേഷനിൽ പോയിട്ട് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല ഡയറക്റ്റ്ലി, കാരണം ഇത് അസിൻക്രോണസ് ഓപ്പറേഷനാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ചെക്ക് ചെയ്യാനായിട്ട്. സോ നമ്മൾ മ്യൂട്ടേഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റിട്ടേൺ ചെയ്യുന്ന പ്രോമിസാണ്. സോ അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മളിവിടെ ഈ 20 സെക്കൻഡ് ഈ ലൈനിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇവിടെ നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ റിസൾട്ട് വരുന്ന മുമ്പ് നാവിഗേറ്റ് ആവും. സോ അത് ഐഡിയൽ വേ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പ്രോമിസാണ് മ്യൂട്ടേഷൻ റിട്ടേൺ ചെയ്യുന്നത്. നമ്മളതുകൊണ്ട് ഒരു .then ഉള്ള ചെയിൻ വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടി അപ്ഡേറ്റ് ആയ ശേഷം മാത്രമേ, സക്സസ് ആയ ശേഷം ക്രിയേറ്റ് ചെയ്ത് സക്സസ് ചെയ്ത ശേഷം മാത്രമേ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു കുറച്ച് ഡിലേ ഉണ്ടാവുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഡറോ സ്പിന്നറൊക്കെ വെച്ചിട്ട് ലോഡിംഗ് ആണ്, ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രം നാവിഗേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം ആക്ച്വലി. ഞാൻ പക്ഷേ ഇപ്പോൾ അതൊന്നും ഗോ ത്രൂ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് .thenൽ ഹാഷ് ഹിസ്റ്ററി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിയാക്ട് റൗട്ടറിൻ്റെ ഹാഷ് ഹിസ്റ്ററി .push എന്നിട്ട് ഞാൻ റൂട്ട് ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ ഞാൻ മെൻഷൻ ചെയ്തു. ഓക്കെ, സേവ് ചെയ്യാം. സോ ഹാഷ് ഹിസ്റ്ററി ഇവിടെ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് റൗട്ടറിൽ നിന്നുള്ളൊരു ലൈബ്രറിയാണ്, ഒരു ഹെൽപ്പറാണ് ആക്ച്വലി ഹാഷ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ നാവിഗേഷൻ ട്രാക്കൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഷ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ റൂട്ട് പേജിലേക്ക് പോകണു, പിന്നെ ഞാൻ അവിടെ നിന്ന് വേറെ പേജിലേക്ക് പോകണു, രണ്ടാമത്തെ പേജ്, പിന്നെ അവിടെ നിന്ന് മൂന്നാമത്തെ പേജിലേക്ക് പോകണു. സോ ആ ഏതൊക്കെ പേജിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഹാഷ് ഹിസ്റ്ററിയിൽ ട്രാക്ക് ചെയ്യപ്പെടും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഹാഷ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നത്.
ഓക്കെ, സോ ഞാനിവിടെ സേവ് ചെയ്യാം. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ആപ്ലിക്കേഷനിൽ. ഓക്കെ, ഞാൻ റീലോഡ് ചെയ്യാം. സോ ഇവിടെ പ്ലസ് ബട്ടൺ വന്നു, നമ്മൾ പ്ലസ് ആക്കി ഈ ഇതിലേക്ക് പോയി. ബാക്ക് വർക്ക് ആവുന്നുണ്ട്, പ്ലസ് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ടൈറ്റിൽ ചെയ്താൽ, ഞാൻ ടൈറ്റിൽ ചുമ്മാ കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ ചുമ്മാ ഒരു ടൈറ്റിൽ കൊടുത്തു പാട്ടിൻ്റെ. എൻ്റർ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ വർക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കേരള എക്സ്പ്രസ് വർക്കായിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത ഡാറ്റ റീഫ്രഷ് ആവുന്നില്ല ഓട്ടോമാറ്റിക്കലി. സോ ഞാനിവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്യണം ടെസ്റ്റ് സോങ് ഡാറ്റ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് എൻ്റർ അടിക്കണമെങ്കിൽ അത് നാവിഗേറ്റ് ആവുന്നുണ്ട്, പക്ഷേ ഡാറ്റ റീഫ്രഷ് ആവുന്നില്ല. റീഫ്രഷ് ആണ് നമ്മൾ റീലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നില്ല എന്നുള്ളത്. സോ ഇതൊരു ഇഷ്യൂ ആണ്. ഇത് ഞാൻ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചേർത്തു. താങ്ക്സ് ലോട്ട്, ബൈ.